നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പിന്തുണയ്ക്കുന്ന അഖിൽ മാരാർക്കെതിരെ ആഞ്ഞടിച്ച് ബിഗ് ബോസ് താരം ശാരിക കെ.ബി. ഓടുന്ന കാറിൽ പീഡനം സാധ്യമല്ലെന്ന തരത്തിലും ഡെമോ നടത്തി നോക്കാൻ ആവശ്യപ്പെട്ടും അഖിൽ മാരാർ പങ്കുവച്ച പ്രതികരണം വലിയ വിവാദമായിരുന്നു. ഇത്ര നീചമായിയാണോ അഖിൽ മാരാർ ചിന്തിക്കുന്നത് എന്ന് ശാരിക പങ്കുവച്ച വീഡിയോയിൽ തുറന്നടിക്കുന്നു. ബിഗ് ബോസിലല്ല, ഇപ്പോഴാണ് യഥാർത്ഥ അഖിൽ മാരാറെ ജനത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നും ശാരിക പറയുന്നു. ശാരികയുടെ വാക്കുകൾ ഇങ്ങനെ: നടിയെ ആക്രമിച്ച കേസിൽ വിധി എന്ത് തന്നെയായാലും അവൾക്കൊപ്പം തന്നെയാണ്. എന്നാൽ തേക്കിൻ തടിയാണെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ചില മരവാഴകൾ പുലമ്പുന്നത് കുറ്റവിമുക്തനാക്കപ്പെട്ട മഹാനടൻ ദിലീപിനെ മനസ്സിലാകാത്തവർക്ക് മനസ്സിലാക്കിക്കാൻ വേണ്ടി സ്വന്തം ചാനലിലിരുന്ന് മെഴുകുകയാണ്. മുൻ ബിഗ് ബോസ് വിജയെ അഖിൽ മാരാർ ചില കാര്യങ്ങൾ പുലമ്പുന്നത് കേട്ടു. കഴിഞ്ഞ കുറച്ചു വർഷമായി അദ്ദേഹം ഒരു നന്മ മരമാണ്, ധീരനാണ് എന്നൊക്കെ കാണിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു. പക്ഷെ കർമ്മ എന്നൊന്നുണ്ടല്ലോ. കുറച്ചു നാളുകളായി അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും മനസ്സിലിരിപ്പും ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. അഖിൽ മാരാർ താങ്ങികൾ എന്റെ ചാനലിന് താഴെ വന്ന് എന്നെ തെറി വിളിക്കുന്നവരാണ്. അഖിൽ മാരാർ എന്താണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കൂ എന്നാണ് അവരോട് പറയാനുള്ളത്. അയാൾക്ക് ഒരു വ്യക്തിത്വം ഉണ്ടെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ വിധി വന്നതിനു ശേഷം അദ്ദേഹം കാണിക്കുന്ന ഈ നടനമുണ്ടല്ലോ, ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് അത് കോഞ്ഞാട്ടയായി പോയി. ജീവിതത്തിൽ എന്തായാലും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് അഖിൽ മാരാർ. എന്തിനാണ് കുറ്റവിമുക്തനാക്കപ്പെട്ട മഹാനടന്റെ മൂട് താങ്ങി നടക്കുന്നത് എന്ന് നമുക്കറിയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അതിൻ്റെതായ കാര്യങ്ങളും പ്രയോജനങ്ങളും ഉണ്ടാകുമായിരിക്കും. പക്ഷേ എതിർവശത്ത് നിൽക്കുന്നത് വളരെ ആഴത്തിൽ മുറിവേറ്റ ഒരു സ്ത്രീയാണ്. എന്നിട്ട് എത്ര ലാഘവത്തോടെയാണ് അഖിൽ മാരാർ അവരെക്കുറിച്ച് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് പൾസർ സുനിക്ക് ഇതൊരു ഹോബിയാണ് എന്നാണ്. സെലിബ്രിറ്റികളുടെ നഗ്ന വീഡിയോ ചിത്രീകരിക്കുന്നതും അവരെ ഭീഷണിപ്പെടുത്തുന്നതും ഒരു പതിവാണ്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മാത്രമാണ് ഈ അതിജീവിതയെന്ന് നിങ്ങൾ പറയാതെ പറയുന്നു. 2017 ഫെബ്രുവരി 17 മുതൽ 2025 ഡിസംബർ വരെ അവരെ സ്നേഹിക്കുന്ന മലയാളികൾ അവർക്കൊപ്പമുണ്ട്. അവർ വിചാരണ കോടതിയിൽ നേരിട്ട വിഷമങ്ങൾ, ഈ ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞ് അപ്പീൽ പോയതും അത് നിഷേധിക്കപ്പെട്ടതും മെമ്മറി കാർഡിൽ തിരിമറി നടത്തിയതുമെല്ലാം നടക്കുമ്പോൾ നമ്മൾ നിശബ്ദരായി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. അവർ കോടതിയിൽ വിശ്വസിച്ചിരുന്നു. ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഉണ്ട്. അവർക്ക് നീതി കിട്ടും. ജന്മമനസ്സിൽ അവർക്ക് നീതി കിട്ടിക്കഴിഞ്ഞു. എന്നാൽ നിയമം വഴി പ്രതികൾക്ക് ശിക്ഷ കിട്ടണമെന്നുള്ളത് അവളുടെ അവകാശമാണ്. യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാനും. അഖിലിനോട് ഒരു കാര്യം പറയാം. 2017 ഫോണിന്റെ ക്ലാരിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ട്. കാറിനകത്ത് പീഡിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ബാലിശമായ സംശയം നിങ്ങൾക്കുണ്ട്. മിസ്റ്റർ പണ്ടത്തെ ഒരു സിനിമയാണ് ഓർമ്മ വന്നത്. മമ്മൂട്ടിയും സുഹാസിനിയും അഭിനയിച്ച സിനിമയിൽ മമ്മൂക്ക കാറിനകത്ത് വെച്ച് സുഹാസിനിയെ റേപ്പ് ചെയ്യുന്ന സീനുണ്ട്. വരുത്തൻ സിനിമയിൽ ഐശ്വര്യ ലക്ഷ്മിയെ ജീപ്പിലിട്ടാണ് പീഡിപ്പിക്കുന്നത്. സിനിമയിൽ കാണിക്കുന്ന മിക്ക കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. നിങ്ങൾ ഈ സിനിമകളൊക്കെ പോയി കണ്ടു നോക്കൂ. അല്ലാതെ നിങ്ങളൊന്ന് പെർഫോം ചെയ്തു നോക്കൂ, കാറിന്റെ ബാക്കിൽ എങ്ങനെ റേപ്പ് ചെയ്യാമെന്ന് എന്നൊക്കെ നാട്ടുകാരെ ഉപദേശിക്കാൻ ഉളുപ്പുണ്ടോ മനുഷ്യ? നിങ്ങളൊരു അച്ഛനല്ലേ? 2 പെൺകുട്ടികളും സ്മാർട്ടായ ഭാര്യയും ഇല്ലേ? അതിജീവിതയുടെ വികാരത്തിന് ഒരു വിലയും കൊടുക്കാതെ എന്തിനാണ് നടനെ താങ്ങി നടക്കുന്നത്? അതിജീവിതയെ ഇങ്ങനെ അപമാനിക്കാൻ ഈ പുഴുത്ത നാക്കുകൊണ്ട് എങ്ങനെ സാധിക്കുന്നു? ബിഗ് ബോസിലല്ല, ഇപ്പോഴാണ് ശരിക്കുള്ള അഖിൽ മാരാർ ജനങ്ങളുടെ മുന്നിൽ വെളിപ്പെട്ടത്. നിങ്ങളെ ഒരിക്കൽ ആരാധിച്ചിരുന്നതോർത്ത് ഇന്ന് എന്നെക്കുറിച്ച് പുച്ഛം തോന്നുന്നു. എത്ര നീചമായാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നോർത്ത്. ഇത്ര അഴുക്ക് നിറഞ്ഞവരാണോ നിങ്ങൾ എന്നും ശാരിക പറയുന്നു.